നമ്മുടെ അച്ഛന്മാരൊക്കെ എന്ത് പാവങ്ങളാണില്ലേ. മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് സ്വന്തം ആരോഗ്യവും സ്വന്തം സൗന്ദര്യവും ഒന്നും നോക്കാതെ പണിയെടുത്ത്, അതും വെയിൽ എന്താണെന്നോ മഴ എന്താണെന്നോ ഒന്നും അറിയാതെ അവർ പണിയെടുത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് മാത്രമല്ല, ഭാര്യയ്ക്കും ഒക്കെ. ഒരു ഫാമിലി ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് നമുക്ക് ആർക്കും ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവരുടെ സ്ഥാനത്ത് എത്തുന്ന ടൈമിൽ നമുക്ക് അതൊക്കെ മനസ്സിലാവും. നമ്മുടെ അച്ഛന്മാരൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് സൈക്കിൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോന്നൊക്കെ വാങ്ങിച്ചു തരാറില്ലേ. അതൊക്കെ എന്താ, അവർക്ക് ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല അവർ ചിലപ്പോൾ നമുക്ക് മേടിച്ചിട്ടുണ്ടാകും, പലിശക്കൊക്കെ ആയിരിക്കും. അപ്പൊ ആ നേരത്തൊക്കെ അവർ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, അവർക്ക് അതൊന്ന് മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് ആവണില്ല എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം അവർ വിഷമിച്ചിട്ടുണ്ടാവില്ലേ. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മെച്ചൂരിറ്റി ആവുന്ന ടൈമിൽ നമുക്ക് അതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അച്ഛന്മാരെ ആലോചിച്ചൊക്കെ അന്യനാട്ടിക്ക് പോകും. അവിടെ പോയിട്ട് 10-30 വർഷം സ്വന്തം ഭാര്യനെയും മക്കളെ ഒന്നും കാണാതെ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് കുറെ കാലം നിൽക്കും. ആകെ ഒരു വർഷത്തിൽ 1 മാസം ലീവിനൊക്കെ വന്നിട്ട് ഒന്ന് എപ്പോഴെങ്കിലും വന്ന് കണ്ടു പോകുള്ളൂ. 10-30 വർഷമൊക്കെ ആയിട്ടായിരിക്കും അവരോട് നിർത്തിപ്പോറുന്നത്. അപ്പോൾ ആലോചിക്കുക, അവർ നല്ല ജീവിതം അവിടെ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ അവർ വരുന്ന ടൈമിലായാലും അവർ നല്ല സന്തോഷത്തോടെ നോക്കുക. അവരവിടെ എന്തിനാ പോയി എന്നാണെന്ന് ഒരിക്കലും ആലോചിക്കുന്നത്. അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മളെ വളർത്തി വലുതാക്കിയെന്ന് എല്ലാ മക്കളും ഒന്ന് ആലോചിക്കുക.